Hello friends, welcome to your channel. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സിംഗ് ചെയ്യാനും പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ നത്തിങ്ങിന്റെ 4A Pro എന്ന് പറഞ്ഞാൽ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന 40,000 റേഞ്ചിൽ വരുന്ന ഒരു നത്തിങ്ങിന്റെ പുതിയ ഫോണാണ്. അപ്പോൾ നിങ്ങൾ സൗണ്ട് കേട്ടതും അതിന് തന്നെയാണ്. നമ്മളിത് അൺബോക്സിംഗ് ചെയ്തിട്ട് ഒരു 1.5 ദിവസമായിട്ട് നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നത് 8GB 256GB വേരിയന്റ് ആണ്. സിൽവർ കളറാണ് കേട്ടോ. എനിക്ക് ആക്ച്വലി ഞാൻ ഇത് ഓഫ്ലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചാണ്, എറണാകുളത്ത് നിന്ന് വാങ്ങിച്ചാണ്. പ്രീ ബുക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടെന്നില്ല കേട്ടോ, വേറെ കാര്യം. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ് വരുന്നത്. ഞാൻ അതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ബോക്സ് വരുന്നത്. ബോക്സ് ഇപ്പോൾ അവർ കടക്കാരെ ഇരിക്കുന്നത് നോക്കണ്ട കേട്ടോ. പിന്നെ ഏതാ കളർ അതിൻ്റെ പടം അവിടെ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ സൈഡ് കാണാം, ഒന്നുമില്ല. ഈ സൈഡിലും ഒന്നുമില്ല, ഈ സൈഡിലും ഒന്നുമില്ല, ഈ സൈഡിലും ഒന്നുമില്ല. ഇനി ഈ സൈഡിൽ നമുക്ക് അതിൻ്റെ IMEI നമ്പർ സീലിലൊക്കെ ഞാൻ പൊത്തി പിടിച്ചേക്കാം. ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ. അതാ ഇതിൻ്റെ MRP ഡീറ്റെയിൽസ് ഒക്കെ 45,999 ആണ്. ഇത് സെല്ലിംഗ് പ്രൈസ് വരുന്നത് 43 രൂപയാണ് കേട്ടോ. 8GB 256GB, 8GB 128GB ആണെങ്കിൽ 39,999 ആണ് വരുന്നത്. നിങ്ങൾക്ക് ചില കാർഡ്സുകൾ ഉണ്ടെങ്കിൽ SBI കാർഡ്, HDFC കാർഡൊക്കെ ഉണ്ടെങ്കിൽ 4,000 രൂപ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. സെയിം തന്നെയാണ് ഓൺലൈനിലും ഓഫ്ലൈനിലും, പക്ഷേ കാർഡുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഓഫ്ലൈനിൽ വേറെ കാർഡുകളായിരിക്കും, ഓൺലൈനിലോ വേറെ കാർഡുകളായിരിക്കും കേട്ടോ. ഇത് ഇന്ത്യൻ സിം ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് ഞാനൊന്ന് നമ്മൾ ഓൾറെഡി കടയിൽ നിന്ന് ആക്ടിവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. എന്താ വെച്ചാൽ ഇത് ആക്ടിവേഷൻ ചെയ്താലേ സിം ഇട്ടാൽ മാത്രമേ ആക്ടിവേറ്റ് ആവുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഞാനൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഒന്ന് ഞാൻ പ്രൊഡക്ട്സ് ഒക്കെ പുറത്തേക്ക് എടുത്ത് ഞാൻ സെപ്പറേറ്റ് വേറെ കാണിച്ചു തരാം. ഇതാണ് ബോക്സ് വരുന്നത് കേട്ടോ. ഇതാണ് ബോക്സ്. നമ്മുടെ സിൽവർ കളർ ആയതുകൊണ്ട് അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട് ഇവിടെ. ബോക്സ് സെയിം നമ്മുടെ മുമ്പ് ഇറങ്ങുന്ന അതേ മോഡൽ തന്നെയാണ്. എനിക്ക് ചാർജറും കാര്യങ്ങളൊന്നും ഇല്ല, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ. അവിടെ അവർ കടക്കാർ എഴുതിക്കുന്നത് 8GB 256 വേരിയൻ്റ് ഉണ്ടല്ലോ. നമുക്ക് 8GB 228GB വേരിയൻ്റ് ഉണ്ട്, 8GB 256GB വേരിയൻ്റ് ഉണ്ട്, 12GB 256GB വേരിയൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഞാൻ IMEI നമ്പറൊക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്യാം. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൻ്റെ MRP ഡീറ്റെയിൽസൊക്കെ 45,999 ആണ്. ബൈയിങ് പ്രൈസ് വരുന്നത് 42,999 ആണ് കേട്ടോ. പിന്നെ ഇന്ത്യൻ സിം വേണം ഇത് ആക്ടിവേറ്റിംഗ് കാണാനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ബോക്സും കാണാണ്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കണ്ടൻറ്റ് നോക്കി ഞാൻ അതിന് ബില്ല് കാണിച്ചു തരാം. ഇതാണ് ബില്ല് കേട്ടോ, കണ്ടോ? ബില്ല് എമൗണ്ട് വന്നേക്കുന്നത് നിങ്ങൾക്ക് കാണാം, 42,999 ആണ്. എൻ്റെ നമ്പറൊക്കെ ഒന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഇന്ന് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്, ഇന്ന് തന്നെയാണ് വാങ്ങിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ബോക്സ്. അപ്പോൾ ഈ ബോക്സിൻ്റെ പോയി, ഇതാണ് ബോക്സ് വരുന്നത്. നോർമൽ നമുക്ക് വരാവുന്ന പോലെ തന്നെ വെൽക്കം ടു നത്തിങ്ങിൻ്റെ വേരിയൻ്റ് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ രണ്ടാമത്തെ നത്തിങ് ആട്ടോ. നമ്മൾ ഇതിന് മുമ്പ് നത്തിങ്ങിൻ്റെ 3A ഫോണും അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2 പാക്കറ്റായിട്ടാണ് കിട്ടുക. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിലിപ്പോൾ കേസും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫോൺ. ഇതവർ ആക്ച്വലി റീപാക്ക് ചെയ്താണ് കേട്ടോ. അതാണ് കണ്ടോ, നമുക്ക് അറിയാവുന്ന പോലെ തന്നെ പരിപാടി. ഇത് പക്ഷേ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് വെയിറ്റ് അങ്ങനെ തോന്നുന്നില്ല. പറയുമ്പോൾ 219 സംതിങ് വെയിറ്റ് വരുന്നുണ്ട്. ഇത് ഫുൾ മെറ്റലാണല്ലോ. പക്ഷേ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ ബിൽഡ് ക്വാളിറ്റി കാണുകളൊക്കെ. അപ്പോൾ ഇത് ഞാൻ തൽക്കാലം ഞാൻ അവിടെ വയ്ക്കാം. ഇത് നമുക്ക് ഇന്ത്യൻ സിം ഇട്ടിട്ട് ആക്ടിവേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ഷോപ്പിലാണ് ഓൾറെഡി നമ്മുടെ സെക്കൻഡറി സിം BSNL ഞാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ റീപാക്ക് ചെയ്ത് തന്നാണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ബോക്സാണ്. ഇതെന്താ കിട്ടുന്നത്? അപ്പോൾ ഈ ബോക്സിനുള്ളിൽ നമുക്ക് ഈ ഒരു ട്രാൻസ്പാരൻ്റ് കേസ് വരുന്നുണ്ട്. ഇതൊരു ആവറേജ് ക്വാളിറ്റി എന്ന് പറയാനുള്ളൂ. ഇതെന്തായാലും കുറച്ച് കഴിയുമ്പോൾ എല്ലാം ഉറപ്പാണ്. ഇത്രയും പെട്ടെന്ന് ആയില്ലെങ്കിൽ ഭാഗ്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ഡോട്ടഡ് ആയിട്ടുള്ള കേസാണ്. അപ്പോൾ അത്ര പെട്ടെന്ന് ഇത് എല്ലാം തോന്നുന്നില്ല. എന്ന് വെച്ചാൽ പ്യുവർ വൈറ്റ് അല്ല. നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും, ഡോട്ടഡ് വരാറുണ്ട്. ഡോട്ടഡ് ആകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ഈ യെല്ലോ പിടിക്കില്ല കേട്ടോ. പിന്നെ നമുക്കിതിൽ കേബിളുണ്ട്, PD ചാർജിങ് സംഭവമായിട്ട് വരുന്ന കേബിൾ തന്നെയാണ്. അത് നമ്മളെന്തായാലും എടുക്കുന്നില്ല. നിങ്ങൾക്ക് അറിയാമായിരിക്കും, അത് കുറച്ച് കഴിഞ്ഞാൽ അത് സെൽ ഔട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അവർക്ക് ഗുണമായിരിക്കും. അപ്പോൾ ഞാൻ നോർമലി അങ്ങനെ തന്നെയാണ് നമ്മൾ വാങ്ങിച്ചിട്ട് ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇതുവരെ കേസോ ചാർജറോ ഒന്നും എടുക്കാറില്ല. എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മളതിൽ അതിൻ്റെ വേറെ സംഭവങ്ങളുണ്ട്. OnePlus ആയാലും അതിൻ്റെ ഒരു ബുക്ക്ലെറ്റ്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ അവരുടെ ഒരു ട്രാൻസ്പാരൻറ്റ് പിന്ന്, അതാണ് പിന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണും സംഭവങ്ങളൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം എൻ്റെ ഒറ്റ കൈ കൊണ്ടാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഫോൺ, കണ്ടോ? ഒരു കിടിലൻ ലുക്ക് ഫോണാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് 3A സീരീസ് ഉപയോഗിച്ചിട്ടുണ്ട്. നത്തിങ് ഫോൺ 3 ഒന്നും ഉപയോഗിച്ചിട്ടില്ല. 3 അത് ഞാൻ വാങ്ങിക്കാൻ ഓർഡർ ചെയ്തായിരുന്നു, പിന്നെ ഞാൻ ക്യാൻസൽ ചെയ്തു. എന്ന് വെച്ചാൽ ബൾക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. വെച്ചാൽ ബൾക്കി ശരിയാവില്ല. ഇത് ആക്ച്വലി 200 ഗ്രാം 210 ഗ്രാം ഉണ്ടെങ്കിലും പക്ഷേ അത് തീരെ ഫീൽ ചെയ്യുന്നില്ല. അത് എടുത്ത് പറഞ്ഞിട്ട് കാര്യം തന്നെയാണ്. കേസ് ഇട്ട് പോലും നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പ്രൈമറി ഫോൺ എന്ന് പറയുന്നത് സാംസങ്ങാണ്. അവിടെ പോയി ഇതിൻ്റെ വെയിറ്റ് പോലും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഇതിൽ സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 4 ആണ് വരുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ മോട്ടോയുടെ Edge 70 അൺബോക്സ് ചെയ്തപ്പോഴും അതേ സെയിം പ്രൊസസർ തന്നെയാണ്. അതായത് 30,000 ഫോണാണ്, ഇത് 40,000 ഫോണാണ്. പക്ഷേ ഇതിൽ നത്തിങ് വോയിസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി സ്മൂത്താണ്. മറ്റൊന്നും സ്മൂത്ത് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല കേട്ടോ. പക്ഷേ കുറച്ചുകൂടി ഒപ്റ്റിമൈസേഷൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്
നത്തിങ് ഇതിൽ ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു ഡിഫറൻസ് വരുന്നത്. പിന്നെ ഗ്ലിഫ് ലൈറ്റ്, ഇതെനിക്ക് ഈ ബാക്ക് സൈഡ് ഏറ്റവും ഈ ലുക്കായിട്ട് തോന്നിയ ഒരു ഫോൺ എന്ന് വേണമെങ്കിൽ പറയട്ടെ. ഈ സാധനം കിഡിലൻ ലുക്ക്, അത് നിങ്ങളെടുത്ത് ഫീൽ ചെയ്ത് നോക്കിയതാൽ തന്നെ അറിയുള്ളൂ. കിഡിലൻ ലുക്ക് എന്ന് പറഞ്ഞാൽ കിഡിലൻ ലുക്ക്, വൺ ഓഫ് ദ ബെസ്റ്റ് ലുക്കിംഗ് ഫോൺ അണ്ടർ 450K എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ലുക്കായിട്ടുള്ളൊരു ഫോൺ എന്ന് വേണമെങ്കിൽ പറയട്ടെ. ഞാനിപ്പോൾ കേസ് ഇട്ടുണ്ട്, കേസ് ഊരി കാണിച്ചു തരാം. ഇത് സിൽവർ കളറാണ്, പിന്നെ ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഒരു പിങ്കിഷ് ഒരു കളറും ഉണ്ട്. പിങ്കിഷ് ആണെന്ന് തോന്നില്ല, കണ്ട ഇത് കണ്ടു, ഒരു രക്ഷയില്ല സാധനം. മെറ്റലാണ് കേട്ടോ, ഫുൾ മെറ്റലാണ്. ഈ സൈഡിലായിട്ട് നമ്മുടെ ടൈപ്പ് പവർ ബട്ടൺ താഴെയാണ്, വോളിയം ബട്ടൺ മുകളിലാണ്. നിങ്ങൾ ഈ സാധനം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? സെയിം പിക്സലിനെ കോപ്പി അടിച്ചിരിക്കുന്നതാണ് കേട്ടോ, പിക്സലിനെ കോപ്പി അടിച്ചിരിക്കുന്നതാണ് കണ്ടോ. സെയിം ബട്ടൺ അലൈൻമെന്റ് ആണ്. ഈ സൈഡിലായിട്ട് എസെൻഷ്യൽ കീ സംഭവം വരുന്നുണ്ട്. ഇത് ഞാൻ ഓൾവേസ് നമ്മുടെ ടൈം കാണിക്കാൻ വേണ്ടി സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൂടെ കാണുന്നുണ്ടായിരിക്കും. ജസ്റ്റ് നമ്മൾ ഇനീഷ്യൽ ആയിട്ടുള്ള ഓവർവ്യൂ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഞാൻ ഇതിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ലൈവായിട്ട് തന്നെ ഒരു സെൽഫി ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. എനിക്ക് ഫോട്ടോ ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് അല്ലെങ്കിൽ ക്യാമറ പ്രോസസ്സിങ് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. പറയുമ്പോൾ 4K 60 FPS ഒന്നും ഇല്ല, അത് വേറെ കാര്യം. എന്നാലും ഇവർക്കത് കൊടുക്കാവുന്നുള്ളൂ. ഇനിയിപ്പോൾ കൊടുക്കുമെന്ന് അറിയില്ല. പക്ഷേ ഫോട്ടോ വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു തന്നെ പറയാം. ഫോട്ടോ വൈസ് വീഡിയോ ആയാലും കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഇതിൻ്റെ കമ്പാരിസൺ വരുന്നത് 40 റേഞ്ചിൽ വരുമ്പോൾ നമുക്ക് V70 വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒപ്പോൻ്റെ Reno 15 വരുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം ടൈ ടു ടൈ ആണ്. നിങ്ങൾക്ക് കുറേ പേര് ഇതിൻ്റെ എന്താ പറയുക കമ്പാരിസൺ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ടൈ ടു ടൈ, ചിലത് ചില കാറ്റഗറിയിൽ ബെറ്റർ ആണ്, ചെറിയ ചെറിയ ഡിഫറൻസുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്യാമറ ഞാൻ വിചാരിച്ചേക്കാട്ടും ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാട്ടോ. പിന്നെ സൂം നിങ്ങൾ നോക്കണ്ട, ഒരു 60-50x വരെയൊക്കെ തന്നെ മാക്സിമം നല്ലതുള്ള, അതിപ്പോൾ എല്ലാത്തിലും കണക്ക് തന്നെയാണ്. ഇപ്പോൾ നമ്മളെടുത്ത ഫോട്ടോ ആണ് കണ്ടോ, ക്വാളിറ്റി ഒക്കെ നല്ലപോലെ ക്വാളിറ്റി ഉണ്ട്. ഞാൻ വേറെ നമ്മുടെ റിയർ ക്യാമറയിൽ എടുത്ത ഷോർട്സ് ഒക്കെ ഞാൻ ഇടായി. എന്തായാലും നമ്മൾ വന്നപ്പോൾ ഞാൻ ആക്ച്വലി എറണാകുളത്ത് ഇപ്പോൾ വന്നുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ തൃശ്ശൂർ എറണാകുളം മാറിയിടാൻ താമസിക്കുന്നത്. അവിടുത്തെ വീട്ടിലും ഇടയ്ക്ക് ഇവിടുത്തെ വീട്ടിലും നമ്മൾ നമ്മുടെ ഹാവൽസിൻ്റെ ലോയിഡിൻ്റെ AC റിവ്യൂ ഇടുന്നത് നമ്മുടെ എറണാകുളത്തെ വീട്ടിലെ ലോയിഡിൻ്റെ AC ആണ്. അപ്പോൾ അതിൻ്റെ റിവ്യൂ നമ്മൾ ഇന്ന് ഇടുക, ചിലപ്പോൾ ഇന്ന് അല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ഇട്ടാ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്താ AC നിർബന്ധമാണല്ലോ. അപ്പോൾ നമ്മളിവിടെ പാനസോണിക്കിൻ്റെ AC ഞാൻ ഓണാക്കി ഇട്ടുണ്ട്. രണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, പറയുമ്പോൾ 7 മണി ആയിട്ടുള്ളൂ. പക്ഷേ എന്നാലും ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് അതന്നെ ഇടാട്ടാ. ഇപ്പോൾ ഇന്നല്ല, ഇത് നിങ്ങൾ കാണാട്ട് മുമ്പ് ഇട്ടുണ്ടായിരിക്കും. ഞാൻ മിക്കവാറും ഇത് ഇപ്പോൾ തന്നെ ഇടാമെന്ന് വിചാരിച്ചത്. പക്ഷേ എന്തായാലും നമുക്ക് ഈ ഫോട്ടോഗ്രാഫി വേണമെങ്കിൽ എന്തായാലും കാലത്താവണം. അപ്പോൾ നമ്മൾ രാത്രി ഓൾമോസ്റ്റ്, അപ്പോൾ നമുക്കിപ്പോൾ ആ ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ നമ്മുടെ ഈ വീഡിയോന് മുമ്പ് നിങ്ങൾ ഹാവൽസിൻ്റെ ലോയിഡിൻ്റെ AC റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടാം. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടായിരിക്കും, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓവറോൾ വൺ ഓഫ് ദ എനിക്ക് ഇഷ്ടപ്പെട്ട നത്തിങ്ങിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫോൺ എന്ന് വേണമെങ്കിൽ പറയാൻ സാധനം. ബെറ്റർ ലുക്കിംഗ് അല്ലെങ്കിൽ ബെറ്റർ ബിൽഡ് ക്വാളിറ്റി ഉള്ള, എന്ന് വെച്ചാൽ യൂണിബോഡി മെറ്റൽ എന്ന് പറയുമ്പോൾ ഫോൺ വന്നിട്ട് കുറേ കാലങ്ങളായി. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു, പിന്നെ അത് മാറി ഗ്ലാസ് ആയി, പിന്നെ ഇപ്പോൾ തിരിച്ച് മെറ്റലിലേക്ക് പോവാണോ എന്ന് സംശയമുണ്ട്. പക്ഷേ എനിക്കൊരു ആകെ ഒരു ഇതായിട്ട് തോന്നിയത് ഇവിടെ ഒരു പ്ലാസ്റ്റിക് ആണിത്. ഇത് സ്ക്രാച്ച് ആവാൻ ചാൻസ് ഉണ്ട്. പറയുമ്പോൾ ഇവരുടെ ഇതിൻ്റെ തന്നേക്കുന്ന കേസ് അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ തരുന്ന കേസാണ്, സ്ലിമ്മാണ്. എല്ലാവൻ സാധ്യത കുറവാണ്, ടിൻഡാണ്. അപ്പോൾ എല്ലാവൻ സാധ്യത കുറച്ച് കുറവാണ്. അത്യാവശ്യം കുറച്ച് ലോങ് ബാക്കപ്പ് പോലെ കിട്ടും എല്ലാത്തിനും മുമ്പ്. അത് പിന്നെ ക്യാമറയ്ക്ക് നല്ല പ്രൊട്ടക്ഷൻ വരുന്ന സംഭവമാണ്. അപ്പോൾ അതിന് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. പക്ഷെ അതൊരു പ്ലാസ്റ്റിക് ഫീലായിട്ട് എനിക്ക് തോന്നുന്നത്. അത് സ്ക്രാച്ച് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ, നിലത്ത് വീഴൊക്കെ ആണെങ്കിൽ. ഇപ്പോൾ കേസ് ഇട്ട് ഉപയോഗിക്കാൻ മറക്കണ്ട. ഇപ്പം എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ കേസൊന്നും കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റോക്ക് കേസിന് ഇട്ടാൽ മതി. പിന്നെ നമ്മുടെ സ്ക്രീൻ ഗാർഡും ഓൾമോസ്റ്റ് ഇൻബിൽഡ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഫിംഗർ പ്രിൻ്റ് ആയിക്കോട്ടെ എല്ലാം ടോപ്പ് നോച്ചാണ്. പറയുമ്പോൾ നോർമൽ ഫിംഗർ പ്രിൻ്റാണ്, താഴെയാണ്, കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഇതിൽ. പക്ഷേ January 26th അപ്ഡേറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. സെക്യൂരിറ്റി പാച്ച് മാർച്ചിലൊന്നും വന്നിട്ടില്ല കേട്ടോ. February പോലും വന്നിട്ടില്ല ഞാൻ ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ. അതെന്താണെന്ന് എനിക്കറിയില്ല. നോർമലി നത്തിങ് അപ്ഡേറ്റ്സ് കറക്റ്റായിട്ട് പുഷ് ചെയ്യാറുള്ള ഒരു കമ്പനിയാണ്. പക്ഷേ ഇതുവരെയായിട്ടും ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരുന്നതാണ്ടോ, January അപ്ഡേറ്റാണ് ഇപ്പോഴും കൊടുക്കുന്നത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഔട്ട് ഓഫ് ദ ബോക്സ് Android 16 ആണുള്ളത് വരുന്നത്. ബാക്കിയെല്ലാം നമ്മളൊരു അത്യാവശ്യം ഒരു 1 week എങ്കിലും ഉപയോഗിച്ചിട്ട് പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.